നമസ്കാരം. മഞ്ജു വാര്യർ സിനിമയിൽ നിറഞ്ഞു നിന്ന ആ സമയം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാലഘട്ടമാണ്. എക്കാലത്തും മലയാളിക്കും മലയാള സിനിമയ്ക്കും മുതൽക്കൂട്ടായ നായികയാണ് മഞ്ജു വാര്യർ. ഒരു സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നു പണ്ട് മഞ്ജു വാര്യർ. ശക്തമായ നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാള സിനിമയിൽ സ്വന്തം സ്ഥാനം നിർണയിച്ചു കഴിഞ്ഞിരുന്നു മഞ്ജു വാര്യർ. അപ്പോൾ ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശം വരെ ലഭിച്ചു. പിന്നീട് ദിലീപിനെ വിവാഹം ചെയ്തതോടെ മഞ്ജു വാര്യർ സിനിമയിൽ നിന്ന് പിൻവാങ്ങി. സിനിമയിൽ നിന്ന് മാത്രമല്ല, നർത്തകി എന്ന വിലാസവും മഞ്ജു അന്ന് അഴിച്ചുവെക്കുകയായിരുന്നു. അന്നത്തെ കാലത്ത് നിരവധി ചിത്രങ്ങൾ എത്തിയിരുന്നു. അത്തരത്തിൽ 17-ാം വയസ്സിൽ അഭിനയിച്ച ചിത്രമാണ് സല്ലാപം. ദിലീപ്, മനോജ് കെ ജയൻ എന്നിവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങളിലെത്തിയത്. ആ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായ രസകരമായ സംഭവങ്ങൾ പങ്കുവയ്ക്കുകയാണിപ്പോൾ മനോജ് കെ ജയൻ. ഷൂട്ടിംഗ് വേളയിൽ മഞ്ജുവും അമ്മ ഗിരിജയും ചെറുതുരുത്തി ഗസ്റ്റ് ഹൌസിലായിരുന്നു താമസിച്ചിരുന്നത്. സെറ്റിൽ സ്ഥിരമായും തമാശകൾ പറഞ്ഞ് രസിപ്പിക്കുന്നവരാണ് ദിലീപും മനോജ് കെ ജയനും. അങ്ങനെയിരിക്കെ ഇരുവരും ചേർന്ന് മഞ്ജുവിന് ഒരു പണി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ചെറുതുരുത്തി ഗസ്റ്റ് ഹൌസിൽ പ്രേതബാധ ഉണ്ടെന്ന് പൊതുവെ ഒരു സംസാര വിഷയമുണ്ടായിരുന്നു. ആ കുപ്രചാരണം ഇവർക്ക് ഗുണമായി. ഇതാണ് സാഹചര്യമെന്ന് മനസ്സിലാക്കി മഞ്ജുവിനെ പേടിപ്പിക്കാമെന്ന് ഇരുവരും തീരുമാനിച്ചു. തലവഴി ബെഡ്ഷീറ്റ് പുതച്ച് ജനലിന് പുറത്ത് ചിലങ്കയുടെ ശബ്ദം പുറപ്പെടുവിച്ചു. മനോജും ദിലീപും നടന്നു നീങ്ങിയ രംഗം ഒരു TV പരിപാടിക്കിടെ മനോജ് ഓർത്തെടുത്തു. ഈ സമയം മഞ്ജു വാര്യരും കൂടെ ഉണ്ടായിരുന്നു. ദാഹിക്കുന്നു, ഇച്ചിരി രക്തം കിട്ടിയിരുന്നെങ്കിൽ എന്നായിരുന്നു അന്ന് മഞ്ജുവിനോട് ഇവർ ചോദിച്ചത്. അന്ന് സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിയായിരുന്ന മഞ്ജു അതിന് മറുപടി പറഞ്ഞതാണ് ഏറ്റവും ഞെട്ടിച്ചത്. ബിസ്ലേറി മതിയോ എന്നാണ് മഞ്ജു ചോദിച്ചത്. അന്ന് തൊട്ടേ മനസ്സിലായി അത്യാവശ്യം കെണി പരിപാടികളൊന്നും മഞ്ജുവിന്റെ അടുത്ത് നടക്കില്ലെന്ന് മനോജ് കെ ജയൻ പറഞ്ഞു. ഈ പരിപാടിയിൽ മഞ്ജുവും കൂടെ ഉണ്ടായിരുന്നു. മഞ്ജുവും ഇതോർത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ സംഭവം ഇന്നും എത്ര രസകരമായാണ് മനോജ് കെ ജയൻ ഓർത്തെടുത്തതെന്ന് മഞ്ജു വാര്യർ തന്നെ പറയുന്നുണ്ട്. മഞ്ജു വാര്യർ അന്നേ മിടുക്കിയാണെന്ന് ഒരുപക്ഷെ അവർക്കും മനസ്സിലായി കാണും. ലോഹിദാസിന്റെ തിരക്കഥയിൽ സുന്ദർദാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് സല്ലാപം. മഞ്ജു എന്ന ശക്തയായ സ്ത്രീ സിനിമയിൽ എത്രയെത്ര വേഷങ്ങളിലൂടെയാണ് മലയാളികളെ ത്രസിപ്പിച്ചത്. രാധ, താമര, ഉണ്ണിമായ, ഭാനുമതി, ഭദ്ര, അങ്ങനെ ചെയ്തു വെച്ച കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകരെ ഇന്നും ഉള്ളുലക്കുന്ന, ചിരിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന വേഷങ്ങൾ തന്നെയാണ്. അതേസമയം കണ്ണെഴുതി പൊട്ടുംതൊട്ട് എന്ന ചിത്രത്തിന് ശേഷം പിന്നീട് കണ്ടത് ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയാണ്. വിവാഹമോചനവും പിന്നീട് അഭിനയത്തിലേക്കുള്ള റീ എൻട്രിയും താരത്തിന്റെ ഉയർച്ച വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇന്ന് മലയാളത്തിൽ ഏറ്റവും താരമൂല്യമുള്ള അഭിനേത്രി തന്നെയാണ് മഞ്ജു വാര്യർ. മഞ്ജു മലയാളത്തിന് പുറമെ തമിഴിലും മുൻനിര താരങ്ങളൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ധനുഷ്, അജിത്ത് തുടങ്ങിയ താരങ്ങൾക്കൊപ്പം ശക്തമായ വേഷങ്ങളാണ് താരത്തിന് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, നൃത്തത്തിലും ഇന്ന് മഞ്ജു പുറകിലല്ല. നിരവധി നൃത്ത പരിപാടികളിലാണ് മഞ്ജു പങ്കെടുക്കുന്നത്. മഞ്ജു വാര്യരുടെ എമ്പുരാൻ ഉൾപ്പെടെയുള്ള സിനിമകൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ.